ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം എല്ലാവരും കൂടെ ഒരു ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കയറി കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കിക്കോളൂ. അതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ കഥയുടെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിനെ തിരക്കി പഴയ പി എ എത്തിയിരിക്കുകയാണ്. അപ്പൊ പി എക്ക് എല്ലാ മാസവും ഒരു 40,000-45,000 രൂപ നമ്മുടെ ശ്രുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രുതിയല്ല, നമ്മുടെ ശ്രുതി കല്യാണിയാണ് എന്നുള്ളൊരു സത്യം അവിടെ തെളിയും, അവിടെ നമ്മുടെ പി എ പറയും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് യാതൊരു നിവൃത്തിയില്ല. നമ്മുടെ ശ്രുതി ഒന്ന് നിവർന്ന് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്നില്ല കേട്ടോ. ഒരു കള്ളത്തിന്റെ പുറത്ത് 100 കള്ളങ്ങള് പറയണം എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ശ്രുതിക്കുള്ളത്. അങ്ങനെ ശ്രുതി ഒരു വിധത്തില് നമ്മുടെ പി എനെ പറഞ്ഞയക്കുകയാണ്. എങ്ങനെയെങ്കിലും പൈസ തരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മീര പറയുന്നുണ്ട് കേട്ടോ, ഇത് എവിടം വരെ പോകൂടി, എവിടെ ചെന്ന് നിൽക്കൂടി, നീ ഇങ്ങനെ മാസം 40,000-45,000 രൂപ നിനക്ക് അങ്ങേർക്ക് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നിന്റെ അമ്മായിയമ്മയാണെങ്കിൽ ഇപ്പം കിലോ കണക്കിന് സ്വർണം കൊണ്ട് എല്ലാവരും പറഞ്ഞേക്കുക, ഇതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റുമായിട്ടാണോ ശ്രുതി നീ ഇതൊക്കെ സമ്മതിച്ചേക്കണത്? നീ അങ്ങേ തുറന്നങ്ങോട്ട് പറ, ശ്രുതിയോട് എല്ലാ കാര്യവും തുറന്നു പറ. നിന്നോട് ശ്രുതിക്ക് നല്ല സ്നേഹമാണല്ലോ. ഏതായാലും നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതി എല്ലാം അംഗീകരിക്കും. ശ്രുതി എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ അമ്മേനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് ശ്രുതി മനസ്സിലാക്കിപ്പിച്ചോളും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, ദയവ് ചെയ്ത് നീ സത്യങ്ങളൊക്കെ തുറന്നു പറ ശ്രുതി എന്ന് പറയാ. എവിടെന്ന് ശ്രുതി പറയുന്നു, ഏയ് അതൊന്നും പറ്റില്ലടി, ഇപ്പം ദേ വീട്ടിലൊരു പുതിയ മരുമകൾ കയറി വന്നിരിക്കുക, വർഷ. കൊമ്പത്തെ അങ്ങേ അറ്റത്തെ പണവുമായിട്ടൊരു കോടീശ്വരി അവള്. അവളും കൂടെ വന്നത് കൊണ്ടേ എനിക്കിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നിലത്ത് നിൽക്കാൻ പറ്റാത്തത്. രേവതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു. പക്ഷേ വർഷയുടെ മുമ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അവളുടെ വീട്ടിൽ നിന്നാണെങ്കിലോ കൊട്ടക്കണക്കിനും കിലോ കണക്കിനും അല്ലേ സ്വർണം ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരുന്നത്. എല്ലാം കൊണ്ട് ഉപ്പ്, എനിക്കാ തലവേദന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ, എടി അതല്ലേ പറഞ്ഞത്, നീ എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, പിന്നെ നിനക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അത് സമ്മതിക്കുന്നില്ല കേട്ടോ. ശ്രുതിക്ക് എപ്പോഴും നമ്മുടെ ചന്ദ്ര എന്ത് വിചാരിക്കും, ചന്ദ്ര തന്നെ തള്ളി പറയും. ചന്ദ്രയ്ക്ക് എന്ന് മാത്രമല്ല നമ്മുടെ രേവതിക്ക് കിട്ടുന്ന സ്ഥാനം പോലും കിട്ടത്തില്ല എന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. കാരണം രേവതിയുടെ അത്രയും യോഗ്യത പോലും ഇല്ല, രേവതിയുടെ അത്രയും പണം പോലും ഇല്ല, ആരുമില്ല ശ്രുതിക്ക്. അപ്പൊ അതുകൊണ്ട് വല്ലാത്ത വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയത്താണ് കാറിൽ പോകുന്ന രണ്ടുപേരെ കാണിക്കുന്നത്. നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് രേവതി എങ്ങോട്ടോ പോവുക. സച്ചി ആവുന്ന തരത്തിൽ ചോദിക്കുക, എന്താ നീ എങ്ങോട്ടാ ഈ പോകുന്നത് രേവതി? നീ രാവിലെ ഈ വെളുപ്പാങ്കാലത്ത് പുതിയ ഡ്രസ്സൊക്കെ ആണെന്ന് തോന്നല്ലോ, ഈ സാരി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഇതൊക്കെ കൊടുത്ത് നീ എങ്ങോട്ടാ രേവതി പോകുന്നത്? ഒന്നാമത് എനിക്ക് പേടിയാ, നീ ഒരു ദിവസം എന്നെ കൊണ്ടുപോയത് ഞാൻ ഓർക്കണുണ്ട്. അയ്യോ എനിക്കത് ഓർക്കുമ്പോ പേടിയാവുക എന്ന് പറഞ്ഞപ്പം, അങ്ങോട്ടേക്കൊന്നും അല്ല എൻ്റെ പൊന്നു സച്ചേട്ട, നേരെ നോക്കി വണ്ടി ഓടിക്കും. നേരെ നോക്കി തന്നെ ഞാൻ വണ്ടി ഓടിക്കണത്. അല്ല സച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്ക്. അല്ല ഇന്നലെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ പണം എവിടെന്നോ കളഞ്ഞു കിട്ടിയതാണെന്ന്? അതെനിക്കല്ലെന്നറിയാം, പക്ഷെ ആ പണം എവിടെന്നാ കിട്ടിയത്? എൻ്റെ പൊന്നു രേവതി, ഇപ്പൊ അതാണോ അത്യാവശ്യം? അല്ലല്ലോ. നിന്നോട് ഞാൻ ചോദിക്കുന്നതിന് നീ ആദ്യം ആൻസർ പറ. നീ എങ്ങോട്ടേക്കാ എന്നെ കൊണ്ടുപോകുന്നത്? വഴി കണ്ടിട്ട് നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണോ, വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്കൊന്നും അല്ല സച്ചേട്ടാ. എങ്കിൽ പിന്നെ എങ്ങോട്ടാ? അതൊക്കെ ഞാൻ പറയാന്നേ. ഞാൻ ഏതായാലും സച്ചേട്ടൻ ഒരു ആപത്തിലും കൊണ്ട് എന്ന് എത്തിക്കില്ലെന്ന് സച്ചേട്ടൻ അറിയാമല്ലോ. അപ്പൊ പിന്നെ സച്ചേട്ടൻ പേടിക്കേ വേണ്ട. നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്തേക്കാ. ഈ സാരിയൊക്കെ ഞാൻ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്നൊക്കെ പറയാണ്ട് നേരെ വണ്ടി ചെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ രേവതിയൊക്കെ ജോലി ചെയ്യുന്ന അമ്പലം ഉണ്ടല്ലോ, പൂക്കടയുള്ള അമ്പലം, ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. അവിടെ ചെന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയും കണ്ടത് ഓടി വരികയാണ് ദേവു. ഇതെന്താ ചേച്ചി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് രണ്ടുപേരും ഉണ്ടല്ലോ, എന്താ വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പം, ചെറിയൊരു വിശേഷം ഉണ്ട് എന്നിങ്ങനെ പറയാ. അപ്പൊ സച്ചി പറഞ്ഞു, എൻ്റെ പൊന്നു ദേവു, നിന്റെ ചേച്ചീനെ സമ്മതിക്കണോട്ടോ, നിന്റെ ചേച്ചി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന എന്ത് വിശേഷം കാരണമാണെന്ന് എനിക്കറിയത്തില്ല. എന്താ ഇവിടെ വല്ല വിശേഷമുണ്ടോ? അമ്പലത്തിൽ ഉത്സവമോ അല്ലെങ്കിൽ പിന്നെ ദേവു നിന്റെ പിറന്നാളോ ശരത്തിന്റെ പിറന്നാളോ അമ്മയുടെ പിറന്നാളോ വല്ലതാണോ? ഏയ് ഇവിടെ ആരുടെയും പിറന്നാളൊന്നും ഇല്ല സച്ചേട്ടാ. എങ്കിൽ പിന്നെ പിന്നെ എന്തിനായിരിക്കും? എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ.
നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്നോട് എന്ത് പറയാനാ, എന്നോടൊന്നും പറഞ്ഞില്ല. രേവതി ചേച്ചി അങ്ങനെ ചുമ്മാ ഈ രാവിലെ ഒന്നും വരത്തൊന്നുമില്ല, എന്തേലും കാരണം കാണും എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഇറങ്ങി വന്നു. ലക്ഷ്മി ഒരു കവറുമായിട്ടാണ് വരുന്നത്. അങ്ങനെ ലക്ഷ്മി ഇറങ്ങി വന്നിട്ട് ദേ മോള് പറഞ്ഞ സാധനം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ പിന്നെ സച്ചേട്ടാ ഇത് പിടിച്ചതെന്ന് പറഞ്ഞ് ആ കൂട് സച്ചിയുടെ കൈ കൊടുത്തു. അപ്പൊ സച്ചി വെച്ച് ഈ കൂടിനകത്ത് എന്താ? ഈ കൂടിനകത്തെ സച്ചേട്ടൻ ഒരു പുത്തൻ ഷർട്ടും ജീൻസുമാ. ഷർട്ടും ജീൻസുമോ? ആ ഷർട്ടും ജീൻസും. അതെ, പുതിയ വസ്ത്രം വേണം സച്ചേട്ടൻ ഇന്ന് ഉടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതെന്താ രേവതി, ഇതെന്താ നീ കാണിച്ചു കൂട്ടുന്നത്? എന്തെങ്കിലും ആയിക്കോട്ടെ സച്ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി കണ്ടോ, എനിക്ക് സച്ചേട്ടൻ മേടിച്ചെന്ന താലിമാലയാന്ന് പറഞ്ഞ താലിമാല എടുത്ത് കാണിക്കുക. ഇത് കണ്ടതും ദേവുവിനും ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷം. ആണോ സച്ചിമോന്, നീ രേവതിക്ക് താലിമാല മേടിച്ചു കൊടുത്തുന്നോ? ആ, ആശ്വാസമായി. സത്യമായിട്ട് സ്വർണ്ണം ഇടാനുള്ള കൊതിയും കൊണ്ടൊന്നും അല്ല കേട്ടോ എൻ്റെ മോളുടെ. അതും എനിക്ക് എൻ്റെ മോൾക്ക് സ്വർണ്ണം ഇട്ട് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. പക്ഷെ എല്ലാവരുടെയും വാ ഒന്ന് അടപ്പിക്കാൻ വേണ്ടി ഇത് നല്ലതാ. എല്ലാവരും അവളെ കാണുമ്പോൾ ചോദിക്കും അവളുടെ താലിമാല എന്ത് ചെയ്യുന്നു. ഇനി ഏതായാലും അത് ചോദിക്കത്തില്ലല്ലോ, ആശ്വാസമായി. ഞാൻ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിക്കായിരുന്നു, അത് നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചാരത്ത് പെട്ടെന്ന് മാലയിലേക്ക് നോക്കിയിട്ട് ഇത് ചെറിയ മാലയാണല്ലോ, എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പൈസ തരത്തില്ലായിരുന്നോ സച്ചേട്ടാ, കുറച്ചുകൂടെ വലിയ മാല മേടിച്ച് ചേച്ചിയുടെ കഴുത്തിൽ ഇടത്തില്ലായിരുന്നോ? ഇത് കേട്ടപ്പോഴത്തേക്ക് രേവതിയും തേവും ഒക്കെ നീ എന്താടാ പറഞ്ഞത്, നീ കുറച്ചും കൂടെ പൈസ കൊടുക്കത്തില്ലായിരുന്നോന്നോ? അതിന് നിനക്ക് എവിടെ നിന്നാടാ പൈസ ഇതിന് മാത്രം എന്നിങ്ങനെ രേവതി ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് അറിയാലോ, അല്ല ഇതിന് മാത്രം പൈസ, അത് പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണേലും എനിക്കത് മാസം അടയ്ക്കാമല്ലോ, ജോലി ഉള്ളത് കൊണ്ട്. വേണ്ട, നീ കൂടുതൽ കടം മേടിക്കലും അടയ്ക്കലും ഒന്നും വേണ്ട. അതെ, ഇപ്പം പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം മതി. ഇതിപ്പം 1 പവനില്ലെങ്കിലും 1/2 പവനില്ലെങ്കിലും 1 ഗ്രാം ആണെങ്കിലും എൻ്റെ ഭർത്താവ് മേടിച്ചു വന്നത് എനിക്ക് ഇതൊരു 100 പവന് തുല്യം തന്നെയാണ്. അതുകൊണ്ടേ ഈ മാലയും കൊണ്ട് ഇന്നൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? എന്താ അത്? ഇന്ന് എന്നെ ഒന്നും കൂടെ സച്ചേട്ടൻ കല്യാണം കഴിക്കാൻ പോവാ. സച്ചി ഞെട്ടിപ്പോയിട്ടോ. സച്ചി ഇതെന്താ രേവതി പറയുന്നത്, നിന്നെ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ പോകുന്നു? എന്തിന്? അല്ല, അന്നത്തെ കല്യാണം അറിയാലോ, എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് നടത്തിയ കല്യാണമാണ്. അന്ന് സത്യം പറഞ്ഞാല് സച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പോലും ഞാൻ അറിഞ്ഞില്ല. ആ ഒരു സമയത്ത് വല്ലാത്തൊരു വെപ്രാളവും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തൊരു കല്യാണം, ആകെ മൊത്തം അലങ്കോലമായിരുന്നല്ലോ. സ്വസ്ഥതയായിട്ട് നമുക്കൊരു കല്യാണം കൂടാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സച്ചേട്ടൻ മേടിച്ച ഈ താലിമാല ഒന്നും കൂടെ എൻ്റെ കഴുത്തില് ഇട്ട് തരാൻ പോവാ. ഒരു താലിമാറ്റൽ ചടങ്ങൊക്കെ നമ്മൾ നടത്തി, പക്ഷേ ആ താലിമാല പോയില്ലേ, ഇപ്പം ഈ താലിമാലയല്ലേ. അപ്പൊ ഇതൊരു ചെറിയ താലിമാറ്റൽ ചടങ്ങാന്ന് നമുക്കങ്ങ് കരുതാം. എന്നിട്ട് ഈ താലി എടുത്ത് ഈ മാലയിൽ ഇടാം. ഏതായാലും ഒന്നുകൂടെ കല്യാണം കഴിക്കുന്നത് പോലെ ആകുകയും ചെയ്യും. നമുക്ക് സന്തോഷിച്ച് വേണ്ടേ കല്യാണം കഴിക്കാന്? അന്ന് നമുക്ക് 2 പേർക്കും സന്തോഷിക്കാൻ പറ്റിയില്ല. സച്ചേട്ടന് സന്തോഷിക്കാൻ പറ്റുമോ? ഓ, അത് ശരിയാ രേവതി, അന്ന് എനിക്കും അങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല കേട്ടോ, അന്ന് എനിക്കും വിവാഹത്തിനോട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ അറിയാലോ, ഒട്ടും സമാധാനവും ഇല്ലായിരുന്നു. ഏതായാലും ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയല്ലോ. ഇനി ഏതായാലും നമുക്കൊന്നും കൂടെ വിവാഹം കഴിക്കാം. ഓക്കെ, നിനക്കും സന്തോഷം, എനിക്കും സന്തോഷം. അല്ല, ഇതൊക്കെ അമ്മയ്ക്കും ദേവുവിനും ശരത്തിനൊക്കെ അറിയാമായിരുന്നോ എന്നിങ്ങനെ സച്ചി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, എൻ്റെ പൊന്ന് സച്ചേട്ടാ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. താലിമാല മേടിച്ച കാര്യം പോലും ഞങ്ങളോട് പറഞ്ഞില്ല. രാവിലെ വിളിച്ച് അമ്മയോട് അങ്ങാണ്ട് പറഞ്ഞു ഒരു ഷർട്ടും പാൻറ്റും എടുത്ത് വെച്ചേക്കണമെന്ന്. അതുകൊണ്ട് അമ്മ അത് ചെയ്തു, അല്ലാതെ വേറൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഇവിടെ നിന്നേ സംസാരിച്ച് സമയം കളയണ്ട, മുഹൂർത്തം ആകാറായി, ബാ നമുക്ക് കല്യാണം കൂടണ്ടേ, ബാ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് പോകണം. അപ്പൊ സച്ചി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ സച്ചി കല്യാണത്തിന്റെ ആ ഒരു വേഷമൊക്കെ ആയിട്ട് തന്നെയാണ് നേരെ അമ്പലത്തിനകത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അമ്പലത്തിനകത്ത് ചെല്ലുന്നു. നമ്മുടെ ശാന്തിയോട് വിളിച്ച രേവതി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശാന്തി എല്ലാം അവിടെ റെഡിയാക്കി വെച്ചേക്കാം. അങ്ങനെ ശാന്തി ഇവരെ കണ്ടതും, ആ വന്നോ രേവതി, ബാ സമയമാവുന്നു, കല്യാണം കഴിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചെല്ലാണ്. രേവതി ചെന്നു, സച്ചി ചെന്നു. അങ്ങനെ ശാന്തി പറയാ, സച്ചി നിന്റെ ഭാഗ്യവാ ഈ നിൽക്കുന്ന രേവതി കേട്ടോ, വേറൊന്നുമല്ല, ഇവളെപ്പോലൊരു പെൺകുട്ടീനെ നിനക്ക് കിട്ടിയത് കൊണ്ടേ നിനക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് ലാഭം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഒരു കുടുംബം എങ്ങനെ നോക്കണമെന്നും ഒരു അച്ഛനെയും അമ്മനെ എങ്ങനെ നോക്കണമെന്നും സഹോദരങ്ങളെ എങ്ങനെ നോക്കണമെന്നും പോട്ടെ, വഴി കൂടെ പോകുന്നവരെ എങ്ങനെ നോക്കണമെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് പാപവും പുണ്യവും എല്ലാം അവക്കറിയാം. അതുകൊണ്ട് തന്നെ
നിനക്ക് കിട്ടിയ നിധിയായിട്ട് നീ രേവതിനെ കണ്ടാൽ മതി. പിന്നെ സച്ചി, നീയും അത്രയ്ക്ക് കുറച്ചുള്ള ആളൊന്നും അല്ലെന്ന് എനിക്കറിയാം. നീയും നല്ലൊരു മനുഷ്യനാ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്നപ്പോഴേ സത്യമായിട്ടും ദൈവങ്ങളുടെ ആഗ്രഹങ്ങളാ സഫലമായത്. ഇവിടുത്തെ ദൈവത്തിന് ഒത്തിരി ഇഷ്ട രേവതിനെ. രേവതി അല്ലായിരുന്നോ ഇവിടുത്തെ ദൈവങ്ങളുടെ ഹീറോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ടതും നമ്മുടെ സച്ചി രേവതിനെ തന്നെ നോക്കാണ് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ശാന്തി മതി നിർത്ത്, എന്നെ ഇതുപോലെ പുകഴ്ത്തല്ലേ എന്ന് പറയുമ്പോൾ, പുകഴ്ത്തിയതല്ല, ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞതാണല്ലോ അല്ലേ ലക്ഷ്മിക്ക് അറിയില്ലെന്ന് ചോദിച്ചപ്പം, എൻ്റെ മോളായോണ്ട് ഞാൻ പറയല്ല, എനിക്കറിയാം ഇവള് നല്ലവള് തന്നെയാ, ഇവളുടെ നല്ല മനസ്സിന് ഇവക്ക് കിട്ടിയതാ സച്ചിനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു താലിമാറ്റൽ ചടങ്ങ് നടക്കുകയാണ് അമ്പലത്തിൽ വെച്ച്. ഒരുപാട് സന്തോഷത്തോടു കൂടി, കൊട്ടും കുരവയും ഒന്നും ഇല്ലാതെ അവരത്രയും പേര്, ഒരു 3-4 പേര് കൂടി മാത്രം നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ സച്ചി രേവതിയുടെ കഴുത്തിൽ ആ താലി ചാർത്തുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ വിവാഹം നടക്കുന്നത് ഇന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവർ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആരുടെയാ, ലക്ഷ്മിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് താലി എടുത്തു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് സാധാരണ അപ്പന്മാരാണ് ചെയ്യുന്നത്. അപ്പൊ അപ്പന്മാരില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ രവീന്ദ്രനും ഇല്ല, നമ്മുടെ രേവതിക്ക് അച്ഛനില്ലല്ലോ ഇപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചച്ചി പറയാണ്, വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛനും അമ്മയും എല്ലാം ഇപ്പം ഈ നിൽക്കുന്ന ലക്ഷ്മിയമ്മയല്ലേ രേവതിക്ക്, അപ്പൊ പിന്നെ അമ്മ എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയാണ് മാലയൊക്കെ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ലക്ഷ്മിയുടെ കണ്ടും നിറഞ്ഞൊഴുകാണ് കേട്ടോ. സ്വന്തം മകളുടെ സൗഭാഗ്യങ്ങൾ കണ്ട് സന്തോഷിക്കുക, ആനന്ദക്കണ്ണീരണിയാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ സ്വന്തം മകളുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മി സത്യത്തിൽ നിർവൃതി അടങ്ങാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മിനെ കാണിക്കുന്നത്. അതുപോലെ കണ്ണടച്ച് കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഉണ്ട് കേട്ടോ. അത് വല്ലാതെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പൊ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു അമ്മയുടെ ഒരു ആഗ്രഹം തന്നെയാണല്ലോ തൻ്റെ മകള് സേഫ് ആയിട്ടിരിക്കുക, നല്ലൊരുത്തനെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് അറിയില്ലായിരുന്നല്ലോ നമ്മുടെ സച്ചിയുടെ സ്വഭാവ ഗുണങ്ങളൊന്നും. ഏതായാലും ഇന്ന് എല്ലാവർക്കും സച്ചിയുടെ സ്വഭാവ ഗുണങ്ങൾ അറിയാം. കുറച്ചടുക്ക് ശീലങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ചെന്ന് ഇടപെടുകയും എടുത്തോ പിടിച്ചോ ഒന്നും പറഞ്ഞ് മുന്നും പിന്നും നോക്കാതെയുള്ള സംസാരമൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നിഷ്കളങ്കരങ്ങനെയാണ്, മുന്നും പിന്നൊന്നും നോക്കുകയല്ലോ, ചിലരങ്ങനെയാണല്ലോ. അപ്പം അതുപോലെയുള്ളൊരു സംസാര രീതിയൊക്കെ ആണെന്നേ ഉള്ളൂ സച്ചി. നമ്മുടെ സച്ചി പക്ക പെർഫെക്റ്റ് തന്നെയാണല്ലോ. അപ്പൊ ഏതായാലും ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ചെന്ന് കയറുകയാണ് കേട്ടോ. എവിടെ? ചന്ദ്രോദയത്തേക്ക്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മാലയൊക്കെ ഇട്ടാണ് ഇവർ ചെന്ന് കയറുന്നത്. പെട്ടെന്ന് എല്ലാവരും കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കും. ഇതെന്താ സച്ചിൻ രേവതിയും വീണ്ടും കല്യാണം കഴിച്ചു? അവിടെ നമ്മുടെ ശ്രുതി വർഷയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരു ഞെട്ടി നിൽക്കുക. അപ്പോഴത്തേക്കും വർഷയോട് വന്നിട്ട്, ഇതെന്താ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടെ അങ്ങ് ഞങ്ങള് കഴിപ്പിച്ചു എന്നിങ്ങനെ പറയാണ് സച്ചി. ഏതായാലും സച്ചിയും രേവതിനെയും കണ്ടതും നമ്മുടെ ലക്ഷ്മിയുടെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രന്റെയും മനസ്സും കണ്ണൊക്കെ നിറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രനെ കൊണ്ട് തന്നെ ആരതി ഒഴിഞ്ഞകത്തൊക്കെ കയറ്റിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലെ, ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പുള്ളിക്കാരിക്ക്. ഇനിയിപ്പോ പുള്ളിക്കാരിയുടെ അടുത്ത ലക്ഷ്യം വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും ആ കട ഇല്ലാതാക്കണം. കടയുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്നറിയാം. അതുകൊണ്ട് ആ ഒരു വരുമാന മാർഗം ഇല്ലാതാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഇനി നമ്മുടെ ചന്ദ്രയ്ക്കുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അടുത്ത വിശേഷത്തിൽ നമുക്ക് കാണാട്ടോ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ രീതിയിൽ തന്നെ നമുക്ക് വേണം. രാവിലെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കടക്കൊക്കെ കുറച്ച് വ്യൂസ് കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വൈകിട്ട് പ്രമോവിശേഷത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഫുള്ള് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതിപ്പം നമ്മൾ പ്രമോവിശേഷത്തിൽ ഞാൻ എൻ്റെ ഡയലോഗാണ് നിങ്ങളോട് പറയുന്നത്. കാരണം എൻ്റെതായ രീതിയിലുള്ള കഥ ഇത് തന്നെയാണ്. പക്ഷെ ഡയലോഗ്സ് മുതൽ എൻ്റെതായ രീതിയിലുള്ള ഡയലോഗ്സ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ രാവിലെ അങ്ങനെയല്ല. നമ്മുടെ കഥ എങ്ങനെ വൈകിട്ട് വരുന്നോ അതേ രീതിയിൽ ഒരു ഡയലോഗ് പോലും ഇടാതെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർ കാണുക, കേൾക്കുക, ആസ്വദിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ഒരു ലൈക്ക് കൂടെ അടിച്ചേക്കുക. ടാറ്റാ, ബൈ ബൈ.